ഗൈസ് ഇന്ന് 8ാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആയിട്ട് ഞാൻ കുറേ നേരം ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാനപ്പോൾ മിനിങ്ങാന്ന് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിസോഴ്സ് കളക്ട് ചെയ്യാൻ പോയപ്പോൾ അപ്പോൾ പെട്ടെന്ന് എന്തോ ഞാൻ കാട്ടി വീഡിയോൻ്റെ റെക്കോർഡിങ് പോസായി. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ അത് കഴിഞ്ഞിട്ട് അത് നോക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ എടുത്തു. അതിൽ ഞാൻ കുറച്ചൊക്കെ സ്റ്റോറേജ് പോലെ ഉണ്ടാക്കി നോക്കി, പക്ഷെ അത് റെഡിയാവുന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തു. എന്നിട്ട് ഞാൻ അതെടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് ഇന്നലത്തെ ഉണ്ടാക്കിയ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ പോയി നോക്കുന്ന സമയത്ത് അവിടെ ആ വീഡിയോ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എടുത്ത് സേവ് ആക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ മറന്നു പോയതുകൊണ്ട് ആ വീഡിയോ താനെ ഡിലീറ്റ് ചെയ്ത് പോയി. സോറി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. അപ്പം ഞാനത് ഇന്നലത്തെ വീഡിയോൻ്റെ അല്ല, ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് ഇന്നാണ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. എനിക്ക് ആ റൂം കണ്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആകെ ഞാൻ എന്തോ ആയിപ്പോയി. പിന്നെ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് വന്നാണ് അത് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ റൂം കാണിച്ചു തരാം. നമ്മൾ 63 ഡേയ്സ് സർവേ ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ റൂം ആക്കി വെച്ചേക്കുന്നത്. എനിക്ക് ഈ ഓരോ ഇതിലും ഓരോരോ സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ സോർട്ടാക്കി വെക്കണം. ഞാനിത് ഒരു ചുമ്മാ വെച്ചതാണ് ഈ ബാഗിലെല്ലാം. ഇനി എനിക്ക് ഇങ്ങോട്ടേക്ക് വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അതെല്ലാം പൊട്ടിച്ച് കളയും. അവിടെയാണ് ഞാൻ സ്റ്റോറേജ് റൂം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എൻ്റെ ബെഡും എല്ലാം ഇരിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ എൻ്റെ സ്റ്റോറേജ് ഇരിക്കുന്ന അപ്പുറത്താണ്. അപ്പോൾ ഞാൻ അതിനെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇത്രയ്ക്കും ദൂരം ഇങ്ങനെ ഓടി വേണം. ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാം പൊട്ടിച്ച് മാറ്റി അങ്ങോട്ടേക്ക് വെച്ചാലോ എന്നാണ്. ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 19 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഈ നെതറൈറ്റും നെതർ പോർട്ടലും പൊട്ടിച്ച് അത് അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ സേഫ് ഏരിയ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ സേഫായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ സേഫാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോവുകയും ചെയ്തായിരുന്നു. അവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെ പോവുകയാണ് ഞാൻ ചെയ്തത്. ഇവിടെ ഞാനൊരു ക്രിംസൺ ഫോറസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു. ഇച്ചിരി ദൂരെയാണ്, അടുത്തല്ല, ഇച്ചിരി ദൂരെയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ സൈഡിലായിട്ടാണ് അവിടെയായിട്ടാണ് ക്രിംസൺ ഫോറസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെതർ ഫോർട്രസ് കണ്ടുപിടിക്കണം. അതൊക്കെ മെല്ലെ കണ്ടുപിടിക്കാം. പ്ലാൻ നമുക്ക് നമ്മളിപ്പോൾ എന്തായാലും അധികം വേഗത്തിൽ ബീറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. മെല്ലെ പോയാൽ മതി. ഞാൻ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ബ്രീഡും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇത് ആക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം എന്തായാലും അതിലേക്ക് ഞാൻ നോക്കുന്നില്ല. അപ്പം അത്രയ്ക്കാണ് ഞാൻ ചെയ്തത്. അപ്പം ഇനി അടുത്ത എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ റെയിൽവേഡർ ഉണ്ടാക്കാനുള്ള ഈ സോൾ സാൻഡ് കിട്ടിയല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടൊരു ട്രീ ഫാം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സുതിയൊക്കെ അവൻ്റെ വേൾഡിൽ ഉണ്ടാക്കുന്ന കൂട്ടൊരു ട്രീ ഫാം പോലെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ്റെ ഇപ്പോഴത്തെ സീരീസിൽ ജാവ സീരീസിൽ ഉണ്ടാക്കിയ കൂട്ടൊരു ഇതുണ്ടാക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്
ഇപ്പം ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. ഇപ്പം ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയ്ക്കേ ഉള്ളൂ. ബൈ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ബാക്കി അതിൽ ഇല്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അതൊക്കെ പോയി അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ആ സ്റ്റോറേജ് റൂം. ഇങ്ങനെയാണ് സ്റ്റോറേജ് റൂം. ഈ ബാഗ് ഞാൻ ചിലപ്പോൾ പൊട്ടിച്ച് കളയും. അത് അവിടെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ 32 ചെസ്റ്റ് ഇരിപ്പുണ്ട്. ആ 32 ചെസ്റ്റ് 16 ഡബിൾ ചെസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ 16 ഡബിൾ ചെസ്റ്റിൻ്റെ ഉള്ളിൽ 16 ടൈപ്പ് ഡിഫറെൻ്റ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ആക്കി വെക്കണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ ഞാനത് നോക്കാം. എനിക്കപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം പൊട്ടിച്ച് മാറ്റി അങ്ങോട്ടേക്ക് വെക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അതാണ് അങ്ങനെ പറഞ്ഞത്. എന്നാലും ഞാനിപ്പോൾ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ ലാവ ഫാമും ഈ നെതർ പോർട്ടലും ബെഡെല്ലാം അവിടെ അഴിയുന്നത്. അപ്പോൾ എനിക്ക് അതെല്ലാം പൊട്ടിച്ച് മാറ്റി അതിൻ്റെ ഈ ഹില്ലിൻ്റെ ഉള്ളിലേക്ക് വെക്കണം എന്നുണ്ട്. ഉള്ളിലേക്ക്, അല്ലാതെ അതിൻ്റെ മണ്ട വെക്കണമെന്നില്ല. ഉള്ളി വെച്ചാലും മതി. എന്താണെന്ന് ഞാൻ ഉള്ളി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും ഫാമും അതും ഇതൊക്കെ കൊണ്ടും കുത്തി നിറച്ച് വെക്കണം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നിലവിൽ ഒരു ഫാമും ഒരു സ്റ്റോറേജ് റൂമും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അവിടെ നിന്നുള്ള അതും കൂടെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെൽറ്റിംഗ് ഏരിയയും ഒരു ലാവ ഫാമും ഒരു നെതർ പോർട്ടലും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നോളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ അയൺ ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ഒരു സ്മോക്കർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ മൂന്ന് ടൈപ്പ് ഇത് നമ്മൾ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് എടുക്കണ്ട, താഴേക്ക് ഒരു പെട്ടിയിലേക്ക് വന്നിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഓട്ടോമാറ്റിക് അല്ല. നമ്മൾ മേളിൽ ഒരു പെട്ടി ഉണ്ടാവും, അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ അത് ഈ ഫർണസിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. എന്നിട്ട് നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ ചെന്ന് തുറന്നെടുത്താൽ മതി. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. പക്ഷെ നമുക്ക് ചുമ്മാ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ട്രയൽ ചേമ്പറൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഹോപ്പറിനൊക്കെ ഒരു ആവശ്യമില്ല. അപ്പോൾ ട്രയൽ ചേമ്പർ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതാണിപ്പോൾ കുഴപ്പം. ഞാൻ എൻ്റെ ഹാർഡ് കോർ വേൾഡിലൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു ട്രയൽ ചേമ്പർ. അപ്പോൾ ഞാൻ ട്രയൽ ചേമ്പർ കണ്ടുപിടിക്കുമ്പോൾ അതിലത്തെ ഒരു റൂം ട്രയൽ ചേമ്പറിലത്തെ ഒരു ഫുൾ റൂം ഞാൻ ക്ലിയർ ആക്കും. എന്നിട്ട് അതിലുള്ള എല്ലാ കോപ്പർ ബ്ലോക്കും ഞാൻ പൊട്ടിച്ചെടുക്കലാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ അതാണ് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒപ്പം ബാരലും ഡിസ്പെൻസറും ഹോപ്പറൊക്കെ കിട്ടും. എനിക്ക് ഇനിയായിട്ടും ട്രയൽ ചേമ്പർ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യും. കോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള ഒരു റൂമിലത്തെ ഫുൾ കോപ്പർ എടുത്ത് കഴിഞ്ഞാൽ 3, 4 ഡബിൾ ചെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ ഹാർഡ് കോർ വേൾഡിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഒരു ട്രീ ഫാം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യാം. ഇന്ന് ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയ്ക്കുള്ളൂ.